ഹായ് ഓൾ, പോരാട്ടം പി എസ് സിയിലെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മുടെ SCERT സീരീസ് ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം 5ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമമാണ്. വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ ആദ്യം വളരെ മനോഹരമായ ഒരു പിക്ചറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ചാപ്റ്റർ ആരംഭിക്കുന്നത്. കുറച്ച് കൂട്ടുകാർ അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് യാത്രയാകുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവരെ എന്ത് ചെയ്യാൻ പോവുകയാണ്, പീലി എന്ന് പറയുന്ന അവരുടെ ഒരു സഹപാഠിയെ ഗ്രാമത്തിലേക്ക് കാണാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്കധികം പഠിക്കാനൊന്നുമില്ല. ആ കൂട്ടുകാരെ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നതാണ് താഴെ തന്നിട്ടുള്ളത്. 4 ഫ്രണ്ട്സിൻ്റെ പേരുകളും ഡിസ്ക്രിപ്ഷനും ഒക്കെയാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയൊരു ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അതിഥി തൊഴിലാളികൾ ജോലിയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർ കേരളത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അസം, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അവരുടെ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുടുംബമായിട്ടാണ് എത്തുന്നത്. അവരുടെ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഈ കുട്ടികളെല്ലാം സിറ്റി റിലേറ്റഡ് ആയിട്ട് സിറ്റിയിൽ താമസിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ പാരൻസിനും എന്തല്ല, ഇവരെ ഒറ്റയ്ക്ക് ഗ്രാമത്തിലോട്ട് വിടുന്നതിനോട് അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷേ മനസ്സോടെ കുട്ടികളുടെ ഇഷ്ടം പ്രമാണിച്ച് ഇവരെന്ത് ചെയ്യണം, കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് അയക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാമത്തിലേക്ക് വരുന്നത്. അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ മാനസികമായ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല. കുട്ടികൾ അങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷിച്ച് പീലിയുടെ ഗ്രാമത്തിലേക്ക് യാത്രയാവുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ പീലിയുടെ ഗ്രാമം എത്തി. പീലിയുടെ ഗ്രാമ ഭംഗിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിക്ചറിലൂടെ കാണിച്ചിട്ടുള്ളത്. ചുറ്റും പാടങ്ങളും ഒരുപാട് പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ വീടുകളുള്ള പീലിയുടെ ഗ്രാമത്തിലേക്ക് കുട്ടികളെത്തി. അങ്ങനെ പീലിയെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അതും നമുക്ക് അധികം ആവശ്യം ഇല്ല. അപ്പോൾ ഇതിൽ അവരുടെ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, നെല്ല് കുത്തിയ അരി വെച്ചിട്ടാണ് അവർ ചോറുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു, നല്ല രുചിയുള്ള ഭക്ഷണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് എടുക്കുന്ന ആഹാരത്തിൻ്റെ ആ ഒരു നെല്ലിൻ്റെ രുചിയുടെ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ, കൃത്രിമമായിട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, വിളയിച്ചെടുത്ത നെല്ല് കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചപ്പോൾ കുട്ടികൾക്ക് കുറേ കൂടെ രുചിയായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഗ്രാമം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതിൽ അങ്ങനെ വേറെ വലുതായിട്ട് കണ്ടൻറ്റ് കുറവാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പറയുന്നത് പീലിയുടെ ഗ്രാമത്തിൻ്റെ ഗ്രാമഭംഗിയെക്കുറിച്ച് പറയുന്നുണ്ട്.
അതിൽ ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനം വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അപ്പോൾ പീലിയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് അവരുടെ അറിവിലേക്കായിട്ട് പീലിയുടെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ സാധനം വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവരെന്ത് ചെയ്യും, ആ ചന്തകളിൽ ആഴ്ച ചന്ത വീക്കിലി ആയിട്ടുള്ള മാർക്കറ്റിൽ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ ഗ്രാമവാസികൾ എന്ത് ചെയ്യും, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ ചന്തകളിൽ സാധനങ്ങൾ ആൾക്കാർ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വച്ച് വിറ്റിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരവിടുന്ന് വാങ്ങും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വിൽക്കുന്നത് എന്ന് പീലിയുടെ അച്ഛൻ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടികളെ അങ്ങനെയുള്ള ഒരു ചന്തയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാണ്, എല്ലായിടവും വിസിറ്റ് ചെയ്ത് അങ്ങനെ ഇത്രയും ഒരുപാട് കുളങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗ്രാമഭംഗി അങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കൊയ്ത്തിറക്കുന്നതും രണ്ടാമത് വിളവിറക്കുന്നതും ഒക്കെ വയൽ അങ്ങനെയുള്ള വയലിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാക്കുന്നു. അതുപോലെ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്, വയലിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, അനുഭവങ്ങൾ കിട്ടുന്നു. അങ്ങനെ പിന്നെ നാട്ടിലെ ഉത്സവത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ഗ്രാമത്തിലെ കാഴ്ചയൊക്കെ കണ്ട് പാട്ടുപാടി എന്ത് ചെയ്യാണ്, തിരിച്ചു വരുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്കിതിൽ വേറെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ കുട്ടികൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. എന്ന് വെച്ചാൽ നഗരത്തിൽ സിറ്റിയുടെ പ്രത്യേകത എന്തോന്നാണ്, ഒരുപാട് വലിയ സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും നമുക്കുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും നമ്മളെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഗ്രാമം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് റിയലായിട്ടുള്ള കുറേ മനുഷ്യരെയും റിയലായിട്ടുള്ള കുറേ അനുഭവങ്ങളും എല്ലാം നമുക്കെന്ത് കിട്ടും, ഈ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥലത്ത് പോയത് 4 പേരും ഗ്രാമത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിൽ അങ്ങനെ വേറെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിഥി തൊഴിലാളികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്നത് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ്? ആസാം, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ അവർ കുടുംബമായിട്ടാണ് വരുന്നത്. അവരുടെ മക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്. ഇനി കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.